പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ മലകളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷാനി ജോസ്. ആദ്യത്തെ ചോദ്യം, പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറിയത് ആരാണ്? ഉത്തരം ഇസ്രായേൽ മക്കൾ. സംഖ്യാപുസ്തകം 14 അധ്യായം 40 വാക്യം. അടുത്ത ചോദ്യം, ദാസ്യം പൂണ്ട് മലമുകളിൽ കയറിയത് ആരാണ്? ഉത്തരം ഇസ്രായേൽ മക്കൾ. സംഖ്യാപുസ്തകം 14 അധ്യായം 49 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാഗ്ദത്ത ദേശം കാണാൻ വേണ്ടി മലമുകളിൽ കയറിയത് ആരാണ്? ഉത്തരം മോശെ. ആവർത്തന പുസ്തകം 32 അധ്യായം 48, 49 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശപിക്കുന്നതിനു വേണ്ടി അനുഗ്രഹത്തിൻ്റെ മലയിൽ കയറിയത് ആരാണ്? ഉത്തരം യോഥാം. ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായം 7, 57 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലമുകളിൽ പതിയിരുപ്പുകാരെ ആക്കിയ കൂട്ടർ ആരാണ്? ഉത്തരം ശേഖേം പൗരന്മാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായം 24, 25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മലമുകളിൽ ദൈവത്തെ ആരാധിച്ച വ്യക്തി ആരാണ്? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 15 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, മലമുകളിൽ പട്ടണം പണിതത് ആരാണ്? ഉത്തരം ഒമ്രി. 1 രാജാക്കന്മാർ 16 അധ്യായം 23, 24 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയുടെ മുകളിലിരുന്ന പ്രവാചകൻ ആരാണ്? ഉത്തരം ഏലിയാവ്. 2 രാജാക്കന്മാർ 1 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എഫ്രൈം മലനാട്ടിലെ മല ഏതാണ്? ഉത്തരം സെമരായിം. 2 ദിനവൃത്താന്തം 13 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, സെമരായിം മലയിൽ നിന്നുകൊണ്ട് സംസാരിച്ച രാജാവ് ആരാണ്? ഉത്തരം അബിയാവ്. 2 ദിനവൃത്താന്തം 13 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം ശൈലനിവാസികളെക്കുറിച്ച്. യെശയ്യാവിൻ്റെ പ്രവചനം 42 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, മല കയറി ചെന്ന പുരോഹിതൻ ആരാണ്? ഉത്തരം അബ്യാഥാർ. 2 ശമൂവേൽ 15 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, മല കയറിപ്പോയ രാജാവ് ആരാണ്? ഉത്തരം ആഹാബ്. രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 42 വാക്യം. അടുത്ത ചോദ്യം, പ്രാർത്ഥനയ്ക്കായി മലമുകളിൽ കയറിയ പ്രവാചകൻ ആരാണ്? ഉത്തരം ഏലിയാവ്. 1 രാജാക്കന്മാർ 18 അധ്യായം 42 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കിഴക്കു പടിഞ്ഞാറായി കീറിപ്പോകുന്ന മല ഏതാണ്? ഉത്തരം ഒലിവുമല. സെഖര്യാവിൻ്റെ പ്രവചനം 14 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, അബിമേലേക്കും കൂടെയുള്ള പടജനവും കയറിയ മല ഏതാണ്? ഉത്തരം സൽമോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 9 അധ്യായം 48 വാക്യം. അടുത്ത ചോദ്യം, മലയിൽ പൂജാഗിരികളെ പണിത രാജാവ് ആരാണ്? ഉത്തരം ശലോമോൻ. 1 രാജാക്കന്മാർ 11 അധ്യായം 7 വാക്യം.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയിലുണ്ടായിരുന്ന കല്ലറകളിൽ നിന്നും അസ്ഥികളെ എടുപ്പിച്ചത് ആരാണ്? ഉത്തരം യോശിയാവ്. 2 രാജാക്കന്മാർ 23-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അനർത്ഥത്തെ പ്രസിദ്ധമാക്കിയ മല ഏതാണ്? ഉത്തരം എഫ്രൈം മല. യിരെമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, രാത്രി ഒലിവുമലയിൽ പോയി പാർത്തത് ആരാണ്? ഉത്തരം യേശു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34, 37 വാക്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പട്ടണത്തിൻ്റെ കതകും കട്ടളക്കാൽ രണ്ടും ഓടാമ്പലോടെ പറിച്ചെടുത്ത് മലമുകളിൽ കൊണ്ടുപോയത് ആരാണ്? ഉത്തരം ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, അസംഖ്യ രഥങ്ങളോടുകൂടെ മലമുകളിൽ കയറിയത് ആരാണ്? ഉത്തരം സെൻഹരീബ്. 2 രാജാക്കന്മാർ 19-ാം അധ്യായം 16, 23 വാക്യങ്ങൾ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.